ആ കിടപ്പിൽ തന്നെ അവൻ മയങ്ങിപ്പോയിരുന്നു. ഇടയ്ക്ക് നെറ്റിയിൽ ഒരു മൃദുസ്പർശമേറ്റപ്പോഴാണ് കണ്ണുകൾ തുറന്നത്. കണ്ണു തുറന്നതും പുഞ്ചിരിച്ച മുഖത്തോടെ അമൃത മുൻപിലുണ്ട്. എന്താ ചേട്ടാ, പതിവില്ലാതെ ഈ സമയത്തൊരു ഉറക്കം? അവൾ യൂണിഫോമിലാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവളുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് ബോധം വന്നത്. ഈ വീട്ടിലെ ആകെ തന്നെ സ്നേഹിക്കുന്ന ഏക വ്യക്തി അവൾ മാത്രമാണ്. അച്ഛൻ്റെ മകളല്ലെങ്കിൽ പോലും ഒരു ഗർഭപാത്രം മാത്രമാണ് തങ്ങൾക്ക് അവകാശമായി പറയാനുള്ളത്. പക്ഷെ പെറ്റ വയറിനേക്കാൾ അവൾ എപ്പോഴും തന്നെ ഒരുപടി കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ തന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ട്. തൻ്റെ മനസ്സ് തകരുമ്പോൾ എപ്പോഴും ആശ്വാസം അവളായിരുന്നു. തൻ്റെ അനുജത്തിയാണവൾ, അമൃത. ഒരു തലവേദന പോലെ തോന്നി മോളെ. അപ്പം ഞാനിങ്ങ് പോന്നു. നീ നേരത്തെയാണല്ലോ. നേരത്തെയോ? ഇന്ന് താമസിച്ചു. വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വന്ന് നോക്കണം. ഞാൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ എങ്കിലേ പറ്റൂ. ചേട്ടനെന്താ പകൽ സമയത്ത് ഇങ്ങോട്ട് വരാത്തത്? വേദനയോടെയാണ് അവൾ ചോദിച്ചത്. നിനക്കറിയാലോ, ഞാൻ വരുമ്പോൾ തന്നെ അമ്മ ഓരോന്ന് പറയാൻ തുടങ്ങും. പിന്നെ എൻ്റെ മൂടും കൂടി പോവും. ചിലപ്പോൾ രാത്രിയിലും ഇങ്ങോട്ട് കാണാറില്ലല്ലോ ചേട്ടനെ. രാത്രിയിൽ ആ ഷെഡിൽ കിടക്കുന്നതാടി എനിക്കിഷ്ടം. അവിടെ അച്ഛനുണ്ടാവും. ചേട്ടൻ അച്ഛനെങ്കിലും ഉണ്ടല്ലോ. എനിക്കെല്ലാം പറയാൻ ചേട്ടനല്ലാതെ വേറെ ആരാ ഉള്ളത്? പെട്ടെന്ന് ആ മിഴികളിൽ നീറ് പൊടിഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ വൈകിട്ട് ഇവിടേക്ക് വരണം. അച്ഛൻ വരുമ്പോൾ എനിക്ക് പേടിയാ. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിൽ അപായസൂചകമായ ഒരു നോട്ടം നീണ്ടിരുന്നു. അയാൾ നിന്നോട് എന്തെങ്കിലും? ഇല്ല ചേട്ടാ. പക്ഷെ കുളി കഴിഞ്ഞ് വന്നൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും എന്നെ നോക്കും. ഒരു കഥക് പോലും ഇല്ലല്ലോ ഇവിടെ. ഞാൻ എങ്ങനെയാ സമാധാനത്തോടെ? ചേട്ടൻ കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. ഞെട്ടിപ്പോയിരുന്നു അനന്തു. അമ്മയോട് പറഞ്ഞില്ലേ കാര്യം നീ? ഒരു വട്ടം പറഞ്ഞിട്ടും അമ്മ വിശ്വസിച്ചില്ല. അമ്മയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമാണല്ലോ അച്ഛനെ. ഇന്നു മുതൽ ഞാനിവിടെ തന്നെയുണ്ട്. നീ പേടിക്കണ്ട. പിന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് ഉടനെ അങ്ങ് കൊടുത്തേക്കണം. അച്ഛനാണെന്നൊന്നും നോക്കണ്ട. കയ്യിലുള്ളത് എന്താണോ അതെടുത്ത് തലമണ്ട അടിച്ച് പൊട്ടിച്ചാലും ബാക്കി ചേട്ടൻ നോക്കും. അവൻ്റെ ചെന്നിയിൽ ദേഷ്യത്തിൻ്റെ നീല ഞരമ്പ് മുറുകി. ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഇന്ന് സമയം കിട്ടുമെങ്കിൽ നമുക്കൊന്ന് കറങ്ങിയാലോ? എനിക്ക് വായനശാല വരെ ഒന്ന് പോകണം. ഒരു പ്രൊജക്റ്റ് ഉണ്ട് ചേട്ടാ. അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ചേട്ടനിന്ന് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചാണ് വന്നത്. അതിനെന്താ, നമുക്ക് വൈകുന്നേരം പോവാട്ടോ. എങ്കിൽ ഞാൻ കുളിക്കട്ടെ. അമ്മു. പോകാൻ തുടങ്ങിയവളെ അവൻ പിടിച്ചു നിർത്തി. എന്താ ഏട്ടാ? നീ ഇടയ്ക്കിടയ്ക്ക് ഈ വായനശാലയിൽ പോയിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ പോവും. ഇങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരുമ്പോൾ. അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു പെണ്ണുണ്ടല്ലോ, വെളുത്ത് മെലിഞ്ഞ് നീളമുള്ളൊരു പെണ്ണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ചേട്ടാ അറിയുന്നത്? കുറേ ചേച്ചിമാർ വരില്ലേ? അതിൽ ആരാണെന്ന് എന്താ അറിയുക? നമ്മുടെ കവലയിലെ പലചരക്ക് നട നടത്തുന്ന വിശ്വനെ അറിയോ നിനക്ക്? ആ വിശ്വൻ്റെ മോള്. കുറച്ച് മടിയോടെ ആയിരുന്നു അവൻ്റെ ചോദ്യം. ആ ചേച്ചിയോ? നടി സയേഷയെ പോലെ ഇരിക്കുന്ന ചേച്ചി. ആ, സയേഷയോ? ആ ചേച്ചി കണ്ടിട്ടില്ലേ ചേട്ടാ? കവളൊക്കെ വെളുത്തല്ല, ചൊവ്വന്നിങ്ങനെ കിടക്കുക. നമ്മുടെ തമിഴ് നടി സയേഷയില്ലേ, അതേപോലെ ഇരിക്കുക. ആ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ആ ചേച്ചിയെ പറ്റി എന്നോട് ചേട്ടൻ ചോദിച്ചതോ? അവനൊന്ന് പതറി. അത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കാൻ പറഞ്ഞതാ. വായനശാല പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കണ്ടിട്ടുണ്ട്. പിന്നെ ചേച്ചി എൻ്റെ സ്കൂളിൽ തന്നെയായിരുന്നു. +2 പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി ഡാൻസ് കളിക്കുന്ന ചേച്ചിയാണ്. ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ കളിച്ചിട്ടുണ്ട് സ്കൂളിൽ. അങ്ങനെ എനിക്കറിയാം കേട്ടോ. എന്താ ചേട്ടാ ചോദിക്കാൻ കാരണം? പ്രത്യേകിച്ചൊന്നും ഇല്ലടി, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരൻ ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിന്നെ അവൾക്ക് അറിയോ? എന്നെ അറിയാൻ വഴിയില്ല, ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ നാട്ടിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വരുമോ ഏട്ടാ? അതൊക്കെ മാറൂടി. മാറുന്നൊരു കാലം വരാതിരിക്കുമോ? ചേട്ടനൊരു ജോലി കിട്ടട്ടെ, എൻ്റെ മോളുടെ കല്യാണം നന്നായി നടത്തും. അതല്ല ചേട്ടാ, എനിക്ക് പഠിക്കണം. അച്ഛൻ ഇപ്പം തന്നെ പറയുന്നത് 10ാം ക്ലാസ്സായി 6 കൊല്ലം കൂടി കഴിയുമ്പോൾ എൻ്റെ കല്യാണം നടത്തണം, ഏതോ ലോറിക്കാരൻ്റെ കൂടെ എന്നൊക്കെയാ. എനിക്ക് പഠിച്ചാൽ രക്ഷപ്പെട്ടാൽ മതി. ചേട്ടനൊരു കര പറ്റിയാൽ ആദ്യം രക്ഷിക്കാൻ പോകുന്നത് നിന്നെയാ. നമ്മുടെ അമ്മയ്ക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലല്ലോ. നീ വേഗം പോയി കുളിച്ചിട്ട് വാ, നമുക്കൊന്ന് കറങ്ങാം.
തിരികെ വരുമ്പോൾ രാമേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല ചൂട് ചായയും ബോണ്ടയും വാങ്ങി തരാം നിനക്ക്. എങ്കിൽ ഞാൻ പെട്ടെന്ന് വരാമേ. അവൾ ഓടി ബാത്റൂമിലേക്ക് പോയി. താനിപ്പോൾ എന്തിനാണ് അവളോട് ദിവ്യയെപ്പറ്റി ചോദിച്ചതെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. വായനശാലയിൽ നിന്ന് അവൾ പറഞ്ഞ സമയത്ത് ആദ്യം മനസ്സിലേക്ക് വന്നത് അവളുടെ ആ മുഖമാണ്. അവൾ മനസ്സിൽ സ്ഥാനം പിടിച്ചോ? അങ്ങനെ ഒരു സംശയം തോന്നിയവന്. ഒരിഷ്ടം പോലും മനസ്സിൽ തോന്നാൻ പാടില്ല. താനൊരു കത്തുന്ന വേനലും അവൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന വസന്തവുമാണ്. വസന്തത്തിന് ഇപ്പോൾ സ്ഥാനമില്ല. കുറേ സമയം അനന്തുവിൻ്റെ വാക്കുകൾ ഏൽപ്പിച്ച വേദനയായിരുന്നു ദിവ്യയ്ക്ക്. അവൾ അങ്ങനെ ഇരുന്നു പോയി. ഇതിനിടയിൽ എപ്പോഴോ ആണ് അമ്മ വന്ന് കതകിൽ തട്ടിയത്. ആ സമയത്ത് തന്നെ വർത്തമാനകാലത്തേക്ക് തിരികെ വന്നു. പെട്ടെന്ന് ബാത്റൂമിൽ പോയി മുഖവും കഴുകി. വിവേക് വന്നിട്ടുണ്ട് മോളെ, നീ വേഗം ഒന്ന് വേഷം മാറി വന്നേ. പെട്ടെന്ന് മുഖം കഴുകി നല്ലൊരു വേഷമിട്ട് മുന്നിലേക്ക് വാ, അമ്മ പറഞ്ഞപ്പോൾ പിന്നെ എതിർത്തിട്ട് ഫലമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് മുഖം കഴുകി നല്ലൊരു ചുരിദാർ മാത്രം അണിഞ്ഞു. ചമയങ്ങളൊന്നും ഇല്ലാതെയാണ് പുറത്തേക്കിറങ്ങിയത്. നിലക്കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉയർന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. വിവേകേട്ടന് പകരം ഇപ്പോൾ അനന്തുവേട്ടനായിരുന്നു ഇവിടെ വന്നതെങ്കിൽ തന്നിൽ എത്രത്തോളം സന്തോഷമുണ്ടായേനെ. തനിക്ക് എത്ര ഒരുങ്ങിയാലും മതി വരാതെ താൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയേനെ. ഇതിപ്പോൾ താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളുമായി. ഒരുപക്ഷെ താൻ പറയുന്ന കാര്യങ്ങൾ വിവേകേട്ടനെങ്കിലും മനസ്സിലായാലോ എന്ന വിശ്വാസമായിരുന്നു ആ നിമിഷം മനസ്സിൽ. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ട്രേയിൽ ചായയും കുറച്ച് പലഹാരങ്ങളും ഒക്കെ അമ്മ തന്നു വിട്ടിട്ടുണ്ട്. മുൻപിലെ മുറിയിലേക്ക് നടക്കുമ്പോൾ മനസ്സിനും വല്ലാത്ത വേദന തോന്നി. കഷണ്ടി കയറാറായല്ലോ വിവേകേ, അച്ഛൻ ചോദിക്കുന്നുണ്ട്. അവിടുത്തെ വെള്ളമല്ലേ മാമ, കട്ടിയുള്ള വെള്ളമാ, കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മുടി കൊഴിയാൻ വേറെ ഒന്നും വേണ്ടല്ലോ, ചകിരി പോലെ ആയിപ്പോയി മുടി. ഏതായാലും ഈ വരവിന് നിശ്ചയെങ്കിലും നടത്തണം. അമ്മയും പറയുന്നത് അങ്ങനെയാണ്. വലിയ സന്തോഷത്തോടെയാണ് അച്ഛനയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നത്. ഒരു നിമിഷം എന്ത് പറയണമെന്ന് പോലും അറിയാതെ ദിവ്യ നിന്നുപോയിരുന്നു. ദിവ്യയെ കണ്ടതും വിവേകിന്റെ മുഖം ഒന്ന് വിടർന്നു. അവിടെ ഒരു പുഞ്ചിരിയും തെളിഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഏട്ടാ, ഇവൻ അവളെ കാണാത്തൊന്നും അല്ലല്ലോ. ചടങ്ങുകളൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ നടക്കണം, നിശ്ചയം നടത്തണം. പിന്നെ 6 മാസത്തെ വ്യത്യാസത്തിൽ കല്യാണവും നടത്തണം. ഒരുപാട് താമസം വരാതിരിക്കുന്നതല്ലേ നല്ലത്, അച്ഛൻ ചോദിച്ചു. ആ വാക്കുകൾ ഹൃദയത്തിൽ പതിഞ്ഞു. പിന്നെ എൻ്റെ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാട്ടോ, വിശ്വം പറഞ്ഞു. എന്താ മാമ? ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നില്ലേ മോനെ. ദിവ്യയ്ക്ക് ഓർമ്മ വെക്കുന്ന സമയത്താണ് ഞാൻ തിരിച്ചു വരുന്നത്. ആ സമയത്ത് സുമ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഭർത്താവും ഭാര്യ എപ്പോഴും ഒരുമിച്ചുണ്ടാവണം. അതിപ്പോൾ സുഖത്തിലായാലും ശരി, ദുഃഖത്തിലായാലും ശരി. അതുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ ഇവളെ ഇവിടെ നിർത്തിയിട്ട് മോൻ പോവരുത്, ഒപ്പം തന്നെ കൊണ്ടുപോകണം. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അത്. ഒരാൾ അവിടെ ഒരാൾ ഇവിടെ, അതൊന്നും ശരിയാവില്ല. കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം വിവേകിൻ്റെ മുഖത്തൊരു ഞെട്ടൽ നിറഞ്ഞത് ദിവ്യ ശ്രദ്ധിച്ചു. തനിക്കുള്ള പ്രതീക്ഷയാണ് അതെന്ന് അവൾക്ക് തോന്നി. കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല മാമ, പക്ഷേ ഞങ്ങൾ അവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. കല്യാണം കഴിയുമ്പോഴേക്കും കൊണ്ടുപോകാനുള്ള സൗകര്യമൊക്കെ ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഫ്ലാറ്റോ വീടോ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് അവിടെ. എങ്കിലും അവളെ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും, വിവേക് പറഞ്ഞു. അവളുടെ അവസാന പ്രതീക്ഷയും അറ്റുപോയി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ മോനെ, നീ പതുക്കെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി. ശമ്പളത്തിൽ നിന്നല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചെയ്യാം, അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു ചിരി വിവേക് നൽകി. പ്രത്യേകിച്ചൊന്നും ഇവർക്ക് സംസാരിക്കാൻ കാണില്ല, എങ്കിലും ചടങ്ങ് അതുപോലെ നടക്കട്ടെ അല്ലേ. മോൾക്ക് വിവേകിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതാവട്ടെ. അമ്മായി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അമ്മ കണ്ണുരുട്ടി വിട്ടു. പിന്നെ പോകാതെ മാർഗം ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലം മുതലേ കാണുന്ന വിവേകേട്ടനോട് പ്രത്യേകിച്ച് ഇനി എന്ത് സംസാരിക്കാനെന്നായിരുന്നു മനസ്സിൽ നിറഞ്ഞ ചോദ്യം. മുറ്റത്തെ ചാമ്പയുടെ മുകളിലേക്ക് ചാഞ്ഞു കയറിയ സർപ്പഗന്ധിയുടെ വേരിൽ പിടിച്ചുകൊണ്ടാണ് വിവേകേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ആദ്യമായി കാണുന്ന പോലെ വിവേകേട്ടനും നോക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ നിൽക്കായിരുന്നു ആ സമയത്ത് താൻ. നമ്മൾ എന്ത് സംസാരിക്കാനാ ദിവ്യ, അല്ലേ? വിവേക് ചോദിച്ചു. അല്ല വിവേകേട്ടാ, എനിക്ക് സംസാരിക്കാനുണ്ട്. ഏട്ടൻ എന്നെ മനസ്സിലാവുമെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്, ദിവ്യ പറഞ്ഞു തുടങ്ങി. എന്താടി? ദീപുവിനെ പോലെ ഞാൻ വിവേകേട്ടനെ കണ്ടിട്ടുള്ളൂ. എനിക്കില്ലാതെ പോയൊരു ചേട്ടൻ്റെ സ്ഥാനമാണ് വിവേകേട്ടന്. അത് അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. വിവേകേട്ടനെ എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടം.
പക്ഷേ വിവേകേട്ടനെ കല്യാണം കഴിക്കാനും വിവേകേട്ടൻ്റെ കൂടെ ജീവിക്കാനുമുള്ള ഇഷ്ടമല്ല അത്. എൻ്റെ സ്വന്തം ഏട്ടനെ പോലെ. ഞാൻ ഈ പറയുന്നത് വിവേകേട്ടൻ എന്നെ മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മടിച്ചാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്നാണോ ദിവ്യ പറയുന്നത്? വിവേക് ഒരു മറയുമില്ലാതെ ചോദിച്ചു. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കളിച്ചു വളർന്നവരല്ലേ. സ്വന്തം സഹോദരനാണ് വിവേകേട്ടൻ എനിക്ക്. അങ്ങനെയുള്ള ഒരാളെ ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വിവേകേട്ടൻ തന്നെ മുൻകൈ എടുത്ത് ഇത് വീട്ടിലൊന്ന് അവതരിപ്പിക്കാമോ? എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാ. അപേക്ഷ പോലെ അവൾ ചോദിച്ചു. നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ദിവ്യ? പെട്ടെന്ന് വിവേക് തുറന്നു ചോദിച്ചു. അതെന്താ വിവേകേട്ടൻ അങ്ങനെ ചോദിച്ചേ? കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. നിനക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. നിന്റെ പെട്ടെന്നുള്ള ഈ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നിനക്ക് മറ്റാരെയോ ഇഷ്ടമാണെന്ന്. ശരിയാ വിവേകേട്ട, പക്ഷേ ഏട്ടൻ കരുതുന്ന പോലെ ഒരു ഇഷ്ടമല്ല. മനസ്സിലായില്ല? അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഇഷ്ടം എനിക്ക് മാത്രമേ ഉള്ളൂ, ആൾക്ക് എന്നോടില്ല. വിവേകിന് ആ നിമിഷം ഒരു ചെറിയ ആശ്വാസം തോന്നിയിരുന്നു. അപ്പോൾ വൺ വേ ആണല്ലേ? അതാരാ കക്ഷി? കോളേജിലുള്ളതാ? അല്ല, നമ്മുടെ നാട്ടിലുള്ള ആളാ. നാട്ടിലോ? നാട്ടിലുള്ള ആര്? ഇവിടെ ഉള്ളവരെയൊക്കെ എനിക്കറിയാം. അമ്പിളി ആൻറ്റിയുടെ മോനെ അറിയോ? അനന്തു. മുഖത്ത് നോക്കാതെയാണ് അവൾ പറയുന്നത്. അമ്പിളിയുടെ മോൻ? നീ ഉദ്ദേശിക്കുന്നത് ആ ലോറിക്കാരൻ്റെ ഭാര്യയുടെ കാര്യമാണോ? അതെ. മടിച്ചാണ് അവൾ പറഞ്ഞത്. നിനക്കറിയോ ദിവ്യ അവരെക്കുറിച്ച്? അവരെപ്പറ്റി എന്തിനാ അറിയുന്നേ? ആളെപ്പറ്റി അറിഞ്ഞാൽ പോരെ? പെട്ടെന്നുള്ള അവളുടെ ആ മറുപടി അവനെ തകർത്ത് കളഞ്ഞു. അവനെ എനിക്കറിയാം. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ള ചെറുക്കനാ. അവനെയാണ് നിനക്കിഷ്ടമെങ്കിൽ മാമൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിക്കില്ല. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ദിവ്യ? മനസ്സിലാവാത്ത പോലെയാണ് അവൻ ചോദിച്ചത്. ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ഏട്ടാ. എനിക്കിനി മറക്കാനൊന്നും പറ്റില്ല. അവനറിയോ? 1-2 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവനെന്തു പറഞ്ഞു? താല്പര്യമില്ലെന്ന്. ആൾക്ക് അങ്ങനെയൊന്നുമില്ലെന്നും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നുമാണ് പറഞ്ഞത്. നീ നേരിട്ട് പറഞ്ഞോ? അല്ല, ഫോൺ വിളിച്ചു പറഞ്ഞു. അവൻ്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? അത് എൻ്റെ ഒരു കൂട്ടുകാരി ശരിയാക്കി തന്നതാ. എന്നിട്ട് അവനെന്താ പറഞ്ഞത്? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിനക്ക് ഞാനുമായുള്ള കല്യാണത്തിന് സമ്മതമല്ലെന്ന് വിവേക് ഒരിക്കൽ കൂടി ചോദിച്ചു. വിവേകേട്ടനെന്നല്ല, മറ്റാരും എനിക്ക് അനന്തുവേട്ടനോട് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു വിവേകിന്. പക്ഷെ അവനത് മുഖത്ത് വരുത്തിയില്ല. ഞാൻ ആലോചിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. വിവേകേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാ ദേഷ്യം? ഒരാളുടെ മനസ്സിലേക്ക് ഇഷ്ടമൊക്കെ വരുന്നതല്ലേ. അതിനിപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇത്ര കാലവും ഞാൻ മനസ്സിൽ നിന്നെ കൊണ്ട് നടന്നു. പക്ഷെ നിന്റെ മനസ്സിൽ മറ്റൊരാളായിരുന്നു. അതിന് ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? അവൻ്റെ മറുപടി കേട്ടപ്പോൾ ദിവ്യയും വല്ലാതായി പോയിരുന്നു. ഇത്ര കാലവും വിവേകേട്ടൻ്റെ മനസ്സിൽ താനുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നെപ്പോലെ തന്നെയായിരിക്കും വിവേകേട്ടനെന്നാണ് ഞാൻ കരുതിയത്. ഒരു സഹോദരിയെപ്പോലെ കണ്ടിട്ടുണ്ടാവുമെന്ന്. കുട്ടിക്കാലം മുതൽ ഇവിടെ എല്ലാവരും പറയുന്നതല്ലേ നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന്. ഞാൻ അങ്ങനെ കരുതുന്നുവെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ആ രീതിയിൽ സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതെൻ്റെ മാന്യതയാണ്. നീ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണാണെന്നറിയാം. പിന്നെ നിന്നോടങ്ങനെ സംസാരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. മാത്രമല്ല ഞാനിവിടെ ഉണ്ടായിരുന്നുമില്ല. പഠിത്തവും ജോലിയും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും വെളിയിലൊക്കെ ആയിരുന്നില്ലേ. തൽക്കാലം നീ പറഞ്ഞ കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. അമ്മയോടോ അമ്മാവനോടോ ഒന്നും. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. നീ വിഷമിക്കണ്ട. പെയ്യാൻ വെമ്പി നിന്നൊരു മനസ്സിൻ്റെ ആശ്വാസമായിരുന്നു അവൻ്റെ വാക്കുകൾ. കുറ്റപ്പെടുത്തുമെന്നാണ് ആ നിമിഷം വരെ കരുതിയത്. പക്ഷേ വലിയ ആശ്വാസം തോന്നി. പ്രധാനമായ പ്രശ്നം ഇപ്പോഴും അതൊന്നും അല്ലെന്ന് അവൾക്കറിയായിരുന്നു. അത് നിർണായകമായ അനന്തുവിൻ്റെ തീരുമാനമാണ്. ഇന്നത്തെ അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ തനിക്ക് മനസ്സിലായിരുന്നു അവന് തന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ മനസ്സിൽ മൂടി നിന്നത് നിരാശയുടെ കാർമേഘങ്ങളായിരുന്നു. കുറച്ചു സമയം കൂടി അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വിവേക് മാത്രം മൗനമായി. അത് അമ്മ വീണ ശ്രദ്ധിച്ചു. നിനക്കെന്തു പറ്റിയടാ? അങ്ങോട്ട് പോയി ഉത്സാഹം ഇല്ലല്ലോ. ഒന്നുമില്ല. ഏട്ടൻ അവളെ കൂടി അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണോ? അതുകൊണ്ടൊന്നും അല്ല. അവളുടെ പേരിൽ റോഡ് സൈഡിലെ 40 സെൻറ്റ് സ്ഥലമുണ്ട്. ഇന്നതിൻ്റെ വില എത്രയാണെന്ന് എനിക്കറിയാം. അതുകൂടാതെ അവൾക്ക് വേണ്ടി അമ്മാവൻ കരുതി വെച്ചിരിക്കുന്ന സ്വർണം. ഇതൊക്കെ ഓർത്തിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ വേറെ വല്ല പെമ്പിള്ളാരെ കല്യാണം കഴിച്ചേനെ. അതല്ലേ ഞാനും പിടിവാശി പിടിക്കുന്നത്. അവൾ എന്താ നിന്നോട് പറഞ്ഞത്? പഠിക്കണം, 1 വർഷം കൂടി വെയിറ്റ് ചെയ്യണമെന്ന്.
അത് അമ്മാവനോടും അമ്മയോടും പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കണം. ഞാനത് സമ്മതിച്ചിട്ടാണ് പോകുന്നത്. നീ എന്തിനാ സമ്മതിക്കാൻ പോയത്? വിനയുടെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ നിന്റെ കല്യാണം കഴിയണ്ടേ? ഇവൾക്ക് തരുന്ന സ്വർണ്ണം എടുത്ത് അവൾക്ക് കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അവൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല. അവർ മകനെ കുറ്റപ്പെടുത്തി. 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളമ്മേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. അതാ ഞാൻ പറഞ്ഞത്, പഠിച്ചോട്ടെ, 1 വർഷം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നീട്ടാം. ഇത്രയും കാലം നീ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നീട്ടിവെച്ചത്. ഇത് നീട്ടിവെച്ച് വേറെ കല്യാണം നോക്കൂ നീയേട്ടൻ. നല്ല ജോലിയുള്ള വേറെ വല്ല പയ്യന്മാരും വന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ 40 സെൻറ്റും 100 പവനും ഒക്കെ ഗോവിന്ദയായി എന്ന് പറഞ്ഞാൽ മതി. വീണ പറഞ്ഞു. അങ്ങനെയൊന്നും അവളെ ഞാൻ വിട്ടുകളയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്ര കാലവും അവൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നോ? ഇനി 1 വർഷത്തെ കാര്യമല്ലേ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിവേകിൻ്റെ കണ്ണിൽ കൗശലം മിന്നി നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ നനച്ച തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പിളി. അപ്പോഴാണ് മുറ്റത്തൊരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയത് അവർ കണ്ടത്. അങ്ങോട്ട് നോക്കിയെങ്കിലും പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് അകത്തേക്ക് കയറി വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ചെറുചിരിയോടെയാണ് വിവേക് അവിടേക്ക് വന്നത്. ആരാ, മനസ്സിലായില്ല? അനന്തു ഇല്ലേ? അവൻ്റെ പേര് കേട്ടപ്പോഴേക്കും അമ്മയുടെ മുഖം ഒന്ന് വാടിയിരുന്നു. അവൻ്റെ സുഹൃത്തുക്കളിൽ ആരോ ആണെന്ന് തോന്നിയിരുന്നു. ഉണ്ട്, അകത്തുണ്ട്, ഉറക്കമാണ്. വിളിക്കാം, വരൂ. കയറുന്നില്ല, ഒന്ന് വിളിച്ചാൽ മതി. ഒരു കാര്യം പറയാനാ. വിവേകിനെ ഒന്ന് നോക്കിയതിന് ശേഷം അമ്പിളി നേരെ അകത്തേക്ക് കയറി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ കഥയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.